മക്കളെ റാത്തല്ല. ഇന്നലെ ഒരാൾ ഭയങ്കരമായ സംശയം വിളിച്ചു വെച്ചിട്ടാണ്. സംശയം എന്താ വെച്ചാലേ, ഷമീറ 9 വരി കൊടുക്കുമ്പോൾ ഒന്നുകിലോ ഈ മറ്റേ വാതിൽ കട്ടിലക്കായി ഹൈറ്റിൽ വരും, അല്ലെങ്കിൽ പിന്നെ ഇടയിലൊരു കട്ട കൊടുക്കാൻ പെരക്കാർക്ക് ഒരു സമ്മതം ചെയ്യാൻ പിന്നെ ഇടയിൽ ഇങ്ങനെ കട്ടച്ച് കൊടുക്കും. സത്യം പറഞ്ഞാൽ നമ്മളെ ബീമിൻ്റെ ഉള്ളിൽ പൈപ്പ് ഇടില്ല, അതേപോലെ തന്നെ ഈ ഇടയിൽ കട്ടച്ച് കൊടുക്കുന്ന പരിപാടി പരമാവധി ഒഴിവാക്കുക നല്ലത്. നിവർത്തി ചെയ്യാഞ്ഞാൽ എന്ത് ചെയ്യുക, വെച്ച് കൊടുക്കുക. ഓക്കെ, നിവർത്തി ചെയ്യാഞ്ഞാൽ കാരണം ആ 2 ലോഡും കൂടി എന്ത് ചെയ്യില്ല, ഒരു യൂണിഫോം ആയിട്ടാണ് താഴത്തേക്ക് പോകില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം ഇനി അങ്ങനത്തെ സാഹചര്യം വന്നാൽ ഈ കല്ല് പൊളിക്കാനും കിട്ടൂല. നമ്മൾ എന്ത് ചെയ്യുമെന്ന് ഒരാൾ ചോദിച്ചിരുന്നു, എന്താണ് അതിന് ഓപ്ഷൻ. അപ്പോൾ ഞാൻ ഒരു വീഡിയോ ചെയ്തുതരാറുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ വീഡിയോ. ഇപ്പോൾ ഇവിടെ കണ്ടില്ല നിങ്ങൾ, ഈ കല്ല് ഇതാ 1 2 3 4 5 6 7 8 9 വരിയാണ് വെച്ചിരിക്കുന്നത്. 9 വരി. ഈ കട്ടില താന്നിട്ടല്ലേ ഇരിക്കണേ, ഈ കട്ടില താന്നിട്ടായിരിക്കണേ, ഈ ജനൽ പൊങ്ങിയിട്ടുമാണ് ഇരിക്കണേ, ഈ മൊത്തം ജനലുകൾ പൊങ്ങിയിട്ടായിരിക്കണേ. അപ്പം എന്താ ഇവിടെ ഇപ്പം ലിൻഡൽ അടിക്കുന്ന സമയത്ത് ഇതാ ഇത് മാത്രം ഒന്ന് താത്തി അടിച്ചു കൊടുത്താൽ മതി. ഇത് മാത്രം എന്താ ചെയ്യുക, ഒന്ന് തൂക്കി അടിച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ കേസ്. ആ ലിൻഡൽമേ തന്നെ അതിൻ്റെ കോൺക്രീറ്റ് താങ്ങും ഇങ്ങോട്ട് വരും. വാങ്ങാം, ആ ലിൻഡൽമേ തന്നെ എന്ത് ചെയ്യും, അതിൻ്റെ കോൺക്രീറ്റ് താങ്ങും. ആ ഒരു വലിയ ജനൽ ഇട്ടുണ്ടെങ്കിൽ ആ ഒരു വലിയ ജനൽ ആ കല്ലിൻ്റെ ഒക്കെ ടോപ്പിനൊപ്പമാണ് ജനൽ ഇരിക്കുന്നത്. നേരെ മറിച്ച് ഈ ഒരു മെയിൻ കട്ടിലിരിക്കണതാ നിങ്ങൾ ഒരു 3 ഇഞ്ച് 4 ഇഞ്ച് കമ്മിയായിട്ടല്ലേ ഇരിക്കണേ, 4 ഇഞ്ച് കമ്മിയായിട്ടാണ് ഇരിക്കണേ. അപ്പം എന്ത് ചെയ്താൽ മതി, അതിൻ്റെ ഈ വാതിലിൻ്റെ ഭാഗങ്ങൾ മാത്രം എന്ത് ചെയ്താൽ മതി, ഒന്നാണ് തൂക്കി അടിച്ചു കൊടുത്താൽ മതി. എന്നാൽ തന്നെ എന്താ ഈ സംഭവം സെറ്റായി. മറ്റേത് കുറേ നിങ്ങൾ കല്ല് പൊളിച്ച് വെച്ച് കല്ലിന് ബലം കുറച്ച് കല്ല് ചവിട്ടി പൊളിച്ച് ആകെ കൊളാക്കി കാണാൻ മേലെ ഇങ്ങനെ ടോപ്പ് വൃത്തിയാക്കിയിട്ട് ബലം കുറച്ചിട്ട് ഒരു കാര്യം ചെയ്യുക പൊന്നറമക്കളെ. നമുക്ക് കുറേ അറിവ് ചെയ്യുക, പക്ഷെ എന്നാലും എന്ത് ചെയ്യണം, നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പല കാര്യങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറഞ്ഞു തരുമ്പോൾ നമ്മൾ പലതും പഠിക്കുന്നുണ്ട് ജീവിതത്തിൽ. നമ്മൾക്ക് ഈ കമ്പ്യൂട്ടറിൽ പോയി വരച്ച അറിവാണ് നമുക്ക്. പിന്നെ ഇപ്പം ഇങ്ങനെ തട്ടിത്തിരിഞ്ഞ് പണിയെടുത്താൽ എല്ലാ നിമിഷം ചെറിയൊരു അറിവ് നമുക്കുള്ളൂ. അപ്പം എന്ത് ചെയ്യുക, നിങ്ങൾ ഇതേപോലെ ഫുൾ കല്ല് ഇങ്ങോട്ട് വെച്ചിട്ട് ജനൽ അതേപോലെ ജനൽ ടോപ്പിനൊപ്പാണ് വെക്കുക, ഫുള്ള് പുറത്തത്തെ ജനലുകൾ. എന്ത് ചെയ്താൽ മതി, ഇൻറ്റീരിയർ നിങ്ങൾക്ക് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇൻറ്റീരിയർ എന്തെങ്കിലും എവിടെയെങ്കിലും വർക്ക് അഡ്വാൻസ് ആയിട്ട് വരണുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, ഈ വാതിൽ കട്ടില വ്യത്യസ്തമായി വരണത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയുള്ളൊന്നും എന്ത് ചെയ്യുക, ഇപ്പം നിലവിൽ വിഷയങ്ങളില്ല. അപ്പം എന്ത് ചെയ്യുക, ഇത് മാത്രം തൂക്കിയടിച്ച് വിടുക. ഒരിക്കലും എന്ത് ചെയ്യില്ല, ഒരു മനുഷ്യനും അതറിയില്ല ഈ തൂക്കിയടിച്ചതാണ് കല്ല് മാറ്റിക്കാൻ എങ്ങനെയായിട്ട് വരും. പണി കഴിഞ്ഞ് വന്നാൽ ഇനി പണി കഴിഞ്ഞെന്ന വീട് ഞാനൊരു ഇൻഷാല്ലാ വിശദമായിട്ട് വീഡിയോ ചെയ്തുതരാം. കണ്ട, ഇത് കുറഞ്ഞ ഭാഗങ്ങളെ തൂക്കിയടിക്കാണ്ടാവുള്ളൂ. അവിടെ കോൺക്രീറ്റ് ആയി വരും ചെയ്യും, അവിടെ കല്ലൊന്നും വെക്കില്ല, ഫുള്ള് 8 ഇഞ്ച് 10 ഇഞ്ച് ഹൈറ്റിൽ എന്ത് ചെയ്യും, കോൺക്രീറ്റ് വരും ചെയ്യും, നല്ല വൃത്തിയാവും. ചിത്രം കാണുമ്പോൾ എന്ത് ചെയ്യും, അതും വൃത്തിയാവും. ഇനിയിപ്പോൾ ജനലിൻ്റെ അവിടെ മാത്രം ഒക്കെ ഒരേപോലെ വെച്ചിട്ട് അവിടെ മാത്രം തൂക്കിയടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതും തൂക്കിയടിച്ച് വിടുക. അപ്പോൾ തേക്കുമ്പോൾ എന്താവും, ജനലിൻ്റെ മേലെ ചെറിയൊരു 3 ഇഞ്ചിൻ്റെ ഒരു ബോർഡർ ഒരേ യൂണിഫോം ആയിട്ട് അങ്ങനെ പോകുന്നുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഇത് വേറെ ഒന്നുമില്ല. അല്ലാതെ നിങ്ങൾ ഇടയിൽ കട്ടക്കാനോ ഇടയിൽ മറ്റേ ഇത് കുത്തി തിരികാനോ ഒന്നും നിൽക്കണ്ട. കല്ലാകുമ്പോൾ ഫുള്ള് കല്ല് പെടുത്തുക, കട്ടാകുമ്പോൾ ഫുള്ള് കട്ടി പെടുത്തുക. എന്നാൽ എന്താ പറയുക, ഒരു യൂണിഫോം ലോഡ് അവർ കിട്ടും. നമുക്കാണല്ലോ അപ്പോൾ നമുക്കറിയാലോ. അപ്പോൾ നമ്മളൊരു ബീം അടിച്ചിട്ട് ഇതിൻ്റെ അടിയിൽ ചിലവർ ബീമ് പൈപ്പ് വെള്ളം കൊണ്ടാണ് ആ ബീമിൻ്റെ അടിയിൽ കൂടി അടച്ചാളാറ്. ഞാനിപ്പോൾ കണ്ടില്ല, നിങ്ങൾ ആ മൂലയുടെ അവിടെ സമ്മതിച്ചില്ലല്ലോ. ആ ബീമിൻ്റെ അടിയിൽ കൂടി 40 സെൻറ്റിമീറ്റർ ബീമിൻ്റെ അടിയിൽ ഇതാ ഒരു പുട്ട് തേങ്ങട്ടമായിരിക്കും. ഒരു പുട്ടിലെ തേങ്ങട്ട എന്താ അവസ്ഥ, അതുകൊണ്ട് മുറിഞ്ഞു പോരില്ല പുട്ട്. അതേപോലെ തന്നെയാണ് ഈ പൈപ്പ് വെക്കുന്ന പരിപാടിയും. അപ്പുറത്തേക്ക് ബാത്റൂമൊക്കെ കണക്റ്റ് ആക്കിയിട്ട് അതിൽക്കൂടി പുറത്തുകൂടി മതിലിൻ്റെ പുറത്തുകൂടിയാണ് കട്ട്. എനിക്ക് അതിനോട് താല്പര്യം, കാരണം ഈ ബീം ലോഡ് എടുക്കാനുള്ള സംഭവം എന്ത് ചെയ്യണം, അതിൻ്റെ കോൺക്രീറ്റും അതിൻ്റെ സാധനങ്ങളും അതിക്ക് തന്നെ കിട്ടണം. തിന്നാൻ പള്ളിക്ക് ആ കറക്റ്റ് എന്നാലുള്ള പാതി നമുക്ക് താക്കത്തുണ്ടാവുള്ളൂ. അതേപോലെ തന്നെ ഈ പരിപാടി എന്താ ആശാക്കാം, തിന്നാനായിട്ട് കറക്റ്റ് എന്നാലേ താക്കത്തുണ്ടാവുള്ളൂ. അതേപോലെ തന്നെ ബീമുക്ക് കൊടുക്കാനുള്ള ബീമുക്കാണ് കൊടുക്കണം. പിന്നെ അതിൻ്റെ അടിയിൽ ഒരു പൈപ്പ് കയറ്റിട്ടുണ്ടല്ലോ, ഏത് ചെറുതൊക്കെ ഓക്കെ 4 ഇഞ്ചിൻ്റെ 5 ഇഞ്ചിൻ്റെ ഒക്കെ ബാത്റൂം പൈപ്പ് കയറ്റില്ല, അതൊന്നും നടക്കൂല. ആ കേസ് ഇട്ടൊന്നും നമ്മളെടുത്തേക്ക് വരണ്ട. എന്തെങ്കിലും അപാകതകൾ, പണിയിൽ പല അപാകതകൾ ഉണ്ടാവും, നമ്മൾ തിരുത്തും. പക്ഷേ ബീമിന് മുറിച്ചുക, ബീം നടുർച്ചുക, ബീമിൻ്റെ ബീമിൻ്റെ ഉള്ളിൽ കൂടി ഇത് കയറ്റുക, അതൊന്നും ഒരു നല്ല പണിയല്ലാന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ വലിയ വലിയ പൈപ്പുകൾ ചെറിയ 2 ഇഞ്ച് 1.5 ഇഞ്ചൊക്കെയാണ് ഓക്കട്ടോ. അതിനൊക്കെ പിന്നെ നമുക്ക് എന്ത് ചെയ്യും, അഫും ഉണ്ടാവും, പൊരുത്തപ്പെടും, അതായത് ലോഡ് എടുക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. പക്ഷേ ഇത് വലിയ വലിയ പൈപ്പ് ഇടുമ്പോൾ നമുക്ക് പ്രയാസമുണ്ട്. അപ്പോൾ ഈ സംഭവം ഇതേപോലെ ചെയ്യാൻ നോക്കാം.